രമേശ് ചെന്നിത്തലയ്ക്കും പുള്ളിക്കായിരിക്കും ഫുൾ ഭൂരിപക്ഷം. നല്ലൊരു വ്യക്തിയാണ് പുള്ളി ജയിച്ച് മുഖ്യമന്ത്രിയായിട്ട് വരണം. ഇവിടെ ഒരുപാട് രമേശ് ചെന്നിത്തല ജയിക്കുന്നതിന് കാരണം അവരുടെ 82 മുതലൂടെ വന്ന് കാലം മുതൽ ഈ ഹരിപ്പാടിന്റെ വികസനം എന്ന് പറയുന്നത് രമേശ് എല്ലാം ആദ്യം ചെയ്തിട്ടില്ല. ഒറ്റ MLA വന്നിട്ടില്ല, അദ്ദേഹം എല്ലാം ആദ്യം ചെയ്തിട്ട് ഇവിടെ 100% രമേശ് യാതൊരു രമേശ് ചെന്നിത്തല ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്, എണ്ണിയാൽ തീരാത്ത വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. ഹരിപ്പാട് കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് ഹരിപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു വികസന പ്രവർത്തനങ്ങളും എത്തിപ്പെടാത്തൊരു പ്രദേശമായിരുന്നു. അതിന് ശേഷം രമേശ് ചെന്നിത്തല ഹരിപ്പാട് വന്നതിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ഹരിപ്പാട് വന്നത്. ഹരിപ്പാട് റോഡുകൾ, പാലങ്ങൾ, കടൽഭിത്തികൾ, അതുപോലെ തന്നെ ഗ്രാമവികസനങ്ങൾ, ചെറിയ ചെറിയ പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ, അതൊക്കെ വികസനങ്ങളെല്ലാം കൊണ്ടുവന്ന രമേശ് ചെന്നിത്തലയാണ്. അതിനു മുമ്പേ CPMന്റെ MLA ഇവിടെ ഹരിപ്പാട് ഭരിച്ചിരുന്നതാണ്. അവരാരും ഹരിപ്പാടിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും അവർക്ക് സാധിച്ചു. രമേശ് ചെന്നിത്തലയായിരിക്കും. രമേശ് ചെന്നിത്തല എന്ന വ്യക്തി മുഖ്യമന്ത്രി ആയിരിക്കും, തർക്കമില്ലാത്ത കാര്യം അത്. ഹരിപ്പാട് ആരും ജയിക്കുന്നു? രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ അടിസ്ഥാനമായ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്, വികസന പ്രവർത്തികളിലും പ്രക്രിയകളിലും ഒക്കെ തന്നെ. ഞങ്ങളുടെ രമേശ് ചെന്നിത്തല ജയിക്കും. വികസനം തന്നെ കണ്ടാൽ മതി. ഞങ്ങളെ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്, എന്നിരുന്നാൽ പോലും ഇത്ര പള്ളിപ്പാടും ഹരിപ്പാടെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ചങ്കിടിപ്പ് ഞങ്ങൾ ഓരോ മണൽത്തരിക്കും അറിയാം പുള്ളിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഞങ്ങളുടെ ആഗ്രഹം സാറ് മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന്. അത് ജയിക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ ചങ്കാവും, ഞങ്ങളുടെ ചങ്കിടിപ്പ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും, ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും പറയുന്നത് രമേശ് ചെന്നിത്തല ജയിക്കുമെന്ന് ഉറപ്പാണ്. ഹരിപ്പാട് ജയിക്കുന്ന രമേശ് സാർ തന്നെ. അദ്ദേഹം ഈ നാടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. കയറിയ കാലം മുതൽ ഇന്ന് വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിക്കും. അദ്ദേഹം ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുണ്ട്, ഗ്രാമവീഥികളെ രാജവീഥികളാക്കിയ രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തല പിന്നീട് രണ്ടാമത് വന്നപ്പോഴേക്കും ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ പാലങ്ങൾ, റോഡ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് ഒരുപാട് വികസനങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് രമേശ് ചെന്നിത്തലയുടെ സാധ്യമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. രമേശ് ചെന്നിത്തല വിജയിക്കും. അതായത് രമേശ് ചെന്നിക്ക് 26 വയസ്സുള്ളപ്പോൾ ഇവിടെ ഗ്രാമവികസന മന്ത്രിയായിട്ട് വന്ന സമയത്ത് ഈ പ്രദേശത്തിന്റെ കർഷകരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രദേശങ്ങളിലെ കൽക്കെട്ട് കെട്ടിയതാണ്. ആ കൽക്കെട്ട് അന്ന് കെട്ടിയ കൽക്കെട്ട് ഇന്ന് വരെ ആരും കെട്ടിയിട്ടില്ല. കോൺഗ്രസ് ജയിക്കത്തുള്ളൂ. രമേശ് ചെന്നിത്തല വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. പുള്ളി ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തേക്കുന്ന ഗുണങ്ങൾ കൊണ്ട് പുള്ളി വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. രമേശ് ചെന്നിത്തല ജയിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ തട്ടകമാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെ വിജയിക്കും. രമേശ് ചെന്നിത്തല ജയിക്കുമെന്ന് തോന്നുന്നു. ഹരിപ്പാട് ഇവിടെ രമേശ് ജയിക്കും. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല, ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ. രമേശ് ചെന്നിത്തല ജയിക്കും. വർഷങ്ങളായിട്ട് MLA രമേശ് ചെന്നിത്തലയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം പ്രതീക്ഷിക്കുന്നു രമേശ് ചെന്നിത്തല ജയിക്കും. കാര്യം ഞങ്ങളോട് അത് അത്ര ബന്ധമാണ് പുള്ളിയായിട്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഇത്രയും നാൾ ഇന്ന് ഞങ്ങൾ പുള്ളിയെ ജയിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ ആരും മാറത്തില്ല, ഉറപ്പത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഹരിപ്പാടിന് ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട്. 10 വർഷക്കാലം MLA ആയിട്ട് പ്രവർത്തിച്ച് നല്ല വികസനങ്ങൾ കാഴ്ചവെച്ചു. രമേശ് ചെന്നിത്തല കാരണം ഇവിടെ വികസനം കൂടുതൽ നടത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. വേറൊരു വ്യക്തികൾ വന്ന് ഇവിടെ ഒന്നും വികസനം നടത്തിയില്ല. ഹരിപ്പാട് ആര് വിജയിക്കുന്നു? രമേശ് ചെന്നിത്തല. അദ്ദേഹം കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് ഞങ്ങളുടെ നാടിന്റെ ഒരു വലിയ സ്വപ്നമാണ്. ഹരിപ്പാട് ആര് ജയിക്കുന്നത്? ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിക്കും. അദ്ദേഹം ഉണ്ടാക്കിയ വികസനമേ ഇവിടെ ഉള്ളൂ. ഈ ഹരിപ്പാട് അദ്ദേഹത്തിന്റെ മാത്രമാണെന്ന് നമുക്ക് പറയാം. അതുപോലെ അദ്ദേഹം ഇവിടെ ഹരിപ്പാടിന് വേണ്ടി ചെയ്തേക്കുന്നത്. ഹരിപ്പാടിൽ ഒരു സംശയമില്ല, രമേശ് ചെന്നിത്തല വിജയിക്കും. വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി, രമേശ് ചെന്നിത്തല ഹരിപ്പാടിന്റെ ഹൃദയത്തിലുണ്ടെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആള് ഹരിപ്പാടിന്റെ ഹൃദയമാണ്. രമേശ് ചെന്നിത്തല ഇല്ലാതെ ഒരു ഹരിപ്പാടില്ല. അപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയം നോക്കാതെ കണ്ട് എല്ലാ ജനങ്ങളും 18 വയസ്സ് തൊട്ട് അങ്ങേറ്റം പ്രായമുള്ളവർ വരെയും രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് ചെയ്യും. അതിനകത്ത് ഒരു സംശയവുമില്ല. രമേശ് ചെന്നിത്തല വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്യും.